9ാം ക്ലാസ്സിലെ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് ഹിസ്റ്ററി പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 5 ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 2023 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ 804.5 കോടിയും ഇന്ത്യയിലെ ജനസംഖ്യ 142.86 കോടിയുമാണ്. 2023 കണക്കാണ്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ എത്രയാണ്? ലോക ജനസംഖ്യ 804.5 കോടിയും ഇന്ത്യയിലെ ജനസംഖ്യ 142.86 കോടിയുമാണ്. ജനസംഖ്യാ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡെമോഗ്രഫി, ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നു. ഡെമോഗ്രഫി ഗ്രീക്ക് പദങ്ങളായ ഡീമോസ് ജനങ്ങൾ, ഗ്രഫീൻ വിശദീകരിക്കുക എന്നീ രണ്ട് പദങ്ങൾ ചേർന്ന് ഉണ്ടായതാണ്. അപ്പോൾ ഡീമോസ് മീൻസ് ജനങ്ങൾ, ഗ്രഫീൻ മീൻസ് വിശദീകരിക്കുക. ഇതിൽ നിന്നുണ്ടായതാണ് ഡെമോഗ്രഫി എന്ന പദം. ജനസംഖ്യയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ജനനം, മരണം, കുടിയേറ്റം. ജനസംഖ്യയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജനനം, മരണം, കുടിയേറ്റം. ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടനയെയും ക്രമീകരണത്തെയും മനസ്സിലാക്കുന്നത് അവിടെയുള്ളവരുടെ പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, ആശ്രിതാനുപാതം തുടങ്ങിയവ കണക്കിലെടുത്താണ്. അപ്പോൾ ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടന നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അവിടെയുള്ളവരുടെ പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, ആശ്രിതാനുപാതം എന്നിവ കണക്കിലെടുത്താണ് നമുക്ക് മനസ്സിലാകുന്നത്. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ രണ്ട് ശാഖകളാണ് സാമൂഹിക ജനസംഖ്യാശാസ്ത്രവും ഔപചാരിക ജനസംഖ്യാശാസ്ത്രവും. ഏതൊക്കെയാണ് രണ്ട് ശാഖകൾ? സാമൂഹിക ജനസംഖ്യാശാസ്ത്രം, ഔപചാരിക ജനസംഖ്യാശാസ്ത്രം. സാമൂഹിക ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിൻ്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും അന്വേഷിക്കുന്നു. അതായത് ജനസംഖ്യയുടെ ഘടന, അതിൻ്റെ കാരണങ്ങൾ, അതുമൂലമുണ്ടാകുന്ന ഫലങ്ങൾ, ഇതൊക്കെയാണ് സാമൂഹിക ജനസംഖ്യാശാസ്ത്രത്തിൽ പറയുന്നത്. ഔപചാരിക ജനസംഖ്യാശാസ്ത്രത്തിൽ ജനസംഖ്യാ മാറ്റത്തിൻ്റെ ഘടകങ്ങളെ അളക്കുകയും വിശകലനം നടത്തുകയും ചെയ്യുന്നു. അതിന് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ സെൻസസ് ആണ്. അപ്പോൾ സാമൂഹിക ജനസംഖ്യാശാസ്ത്രത്തിൽ ജനസംഖ്യയുടെ ഘടന, അതിൻ്റെ മാറ്റത്തിൻ്റെ കാരണങ്ങളുടെ ഫലങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഔപചാരിക ജനസംഖ്യാശാസ്ത്രത്തിൽ മാറ്റത്തിൻ്റെ ഘടകങ്ങളെ അളക്കുകയും വിശകലനം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതിനുദാഹരണമാണ് സെൻസസ്. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ ഘടകങ്ങളെ സാമൂഹിക ഘടകങ്ങൾ, ജനസംഖ്യാ ഘടകങ്ങൾ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. അതിൽ സാമൂഹിക ഘടകങ്ങളിൽ വരുന്നതാണ് സംസ്കാരം, വഴക്കങ്ങൾ, മതം, സാമൂഹിക നിയന്ത്രണം, സാമ്പത്തികം, സമുദായം എന്നിവ. ജനസംഖ്യാ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ജനസംഖ്യാ വലിപ്പം, പ്രായവും ലിംഗപദവിയും, ജനസംഖ്യാ മാറ്റം, ആഭ്യന്തര കുടിയേറ്റം, രാജ്യാന്തര കുടിയേറ്റം, രോഗാതുരത. ഇവയെല്ലാം ജനസംഖ്യാ ഘടകങ്ങളിൽ വരുന്നവയാണ്. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സൂചകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുടിയേറ്റം, ജനനനിരക്കും മരണനിരക്കും, ജനസാന്ദ്രത, സ്ത്രീ പുരുഷ അനുപാതം, ആയുർദൈർഘ്യം, പ്രായഘടന, ആശ്രിതാനുപാതം. ഇവയാണ് ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സൂചകങ്ങൾ. ഏതൊക്കെയാണ്? കുടിയേറ്റം, ജനനനിരക്കും മരണനിരക്കും, ജനസാന്ദ്രത, സ്ത്രീ പുരുഷ അനുപാതം, ആയുർദൈർഘ്യം, പ്രായഘടന, ആശ്രിതാനുപാതം. 1941 കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടി ആസാമിലേക്ക് പോയിരുന്നു. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം.
പ്രധാനമായും 2 തരത്തിലുള്ള കുടിയേറ്റമാണ് ഉള്ളത്. ആഭ്യന്തര കുടിയേറ്റവും രാജ്യാന്തര കുടിയേറ്റവും. ഒരു വർഷത്തിൽ 1000 ജീവനോടെയുള്ള ജനങ്ങളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണത്തെ ശിശു മരണനിരക്ക് എന്ന് പറയുന്നു. ഒരു വർഷത്തിൽ നടക്കുന്ന 1000 പ്രസവങ്ങളിൽ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തെ മാതൃമരണനിരക്ക് എന്ന് പറയുന്നു. ഒരു രാജ്യത്തെ ഉയർന്ന ശിശു മരണനിരക്കും മാതൃമരണനിരക്കും ആ രാജ്യത്തിൻ്റെ പിന്നാക്കാവസ്ഥയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സൂചകങ്ങളാണ്. ജനസംഖ്യയിലെ ഓരോ 1000നും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണം ജനനനിരക്ക്, മരിക്കുന്നവരുടെ എണ്ണം മരണനിരക്ക്. ജനനനിരക്ക് കുറയുകയും മരണനിരക്ക് ഉയരുകയും ചെയ്യുന്ന അവസ്ഥയിൽ ജനസംഖ്യ കുറയുന്നു. മരണനിരക്കിനേക്കാൾ ജനനനിരക്ക് ഉയരുമ്പോൾ ജനസംഖ്യ കൂടുന്നു. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ. ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയെ ജനസാന്ദ്രത എന്ന് പറയുന്നു. എന്താണ് ജനസാന്ദ്രത? ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയാണ് ജനസാന്ദ്രത. ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക പ്രദേശത്തെ 1000 പുരുഷന്മാർക്ക് ആനുപാതികമായി എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതാണ് സ്ത്രീ പുരുഷ അനുപാതം. 0 മുതൽ 6 വയസ്സിനുള്ളിൽ 1000 ആൺകുട്ടികൾക്ക് ആനുപാതികമായി എത്ര പെൺകുട്ടികൾ എന്ന് കണക്കാക്കുന്നതിനെ ശിശു ലിംഗാനുപാതം എന്ന് പറയാം. ഒരാൾ ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കും എന്ന കണക്കാണ് ആയുർദൈർഘ്യം. ഒരു നിശ്ചിത പ്രദേശത്തെ ഓരോ പ്രായവിഭാഗത്തിലെയും മരണനിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയുർദൈർഘ്യം കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. അപ്പോൾ ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്നിവയാണ് ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തുന്ന സ്ഥാപനങ്ങൾ. 2022 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ വിമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് 2015-19 കാലയളവിൽ ഇന്ത്യയിലെ സ്ത്രീ ആയുർദൈർഘ്യം 71.1 പുരുഷ ആയുർദൈർഘ്യം 68.4 കേരളത്തിൽ ഇത് സ്ത്രീകളിൽ 78 പുരുഷന്മാരിൽ 72 കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് നിരവധി ഘടകങ്ങൾ കാരണമാണ്. ഉയർന്ന സാക്ഷരതാ നിരക്കും ഉന്നത വിദ്യാഭ്യാസവും വികേന്ദ്രീകൃത പൊതുജനാരോഗ്യം, ശുചിത്വം, ഭക്ഷ്യലഭ്യതയും പൊതുവിതരണവും. അപ്പോൾ കേരളത്തിലെ ഉയർന്ന നമ്മൾ 2022 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നടത്തിയ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ വിമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ചുള്ള കണക്കുകളാണ് പറഞ്ഞത്. അതനുസരിച്ച് 2015-19 കാലയളവിൽ ഇന്ത്യയുടെ സ്ത്രീ ആയുർദൈർഘ്യം 71 പുരുഷ ആയുർദൈർഘ്യം 68 പറയുന്നു. എന്നാൽ കേരളത്തെ എടുത്തു നോക്കുമ്പോൾ കേരളത്തിൽ സ്ത്രീ ആയുർദൈർഘ്യം 78 പുരുഷ ആയുർദൈർഘ്യം 72 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഉയർന്ന ആയുർദൈർഘ്യം കേരളത്തിന് വരാനുള്ള കാരണമായിട്ട് പറയുന്നത് ഉയർന്ന സാക്ഷരതാ നിരക്കും ഉന്നത വിദ്യാഭ്യാസവും വികേന്ദ്രീകൃത പൊതുജനാരോഗ്യം, പിന്നെന്താണ്, ശുചിത്വം, ഭക്ഷ്യലഭ്യതയും പൊതുവിതരണവുമൊക്കെയാണ് ഇതിനുള്ള കാരണമായി പറയുന്നത്. സംസ്ഥാന സർക്കാർ 2013 സംസ്ഥാന വയോജന നയം ആവിഷ്കരിച്ചു. സംസ്ഥാന സർക്കാർ സംസ്ഥാന വയോജന നയം ആവിഷ്കരിച്ച വർഷം എന്നാണ് 2013. വയോജനങ്ങൾക്കായുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14567. ആപേക്ഷികമായി വ്യത്യസ്ത പ്രായവിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് ജനസംഖ്യാ പ്രായഘടന. അപ്പോൾ നമുക്ക് പ്രായഘടനയിൽ
0 മുതൽ 14 വരെയുള്ള ആ പ്രായത്തിൽ വരുന്നവരെ കുട്ടികളായിട്ടും 14 വയസ്സ് വരെയുള്ളവരെ കുട്ടികളായിട്ടും 15 മുതൽ 59 വയസ്സ് വരെയുള്ളവരെ യുവാക്കളായിട്ടും 60 മുകളിൽ ഉള്ളവരെ പ്രായമുള്ളവരുമായിട്ടാണ് കണക്കാക്കുന്നത്. എങ്ങനെയാണ്? 14 വയസ്സ് വരെ കുട്ടികൾ, 15 മുതൽ 59 വരെ യുവാക്കൾ, 60 മുകളിൽ പ്രായമുള്ളവർ. 2011 സെൻസസ് പ്രകാരം, ഇപ്പോൾ അവസാനമായി സെൻസസ് നടന്നത് 2011 2011 സെൻസസ് പ്രകാരം 14 വയസ്സ് 2011 സെൻസസ് ആണ് പറയുന്നത്. 14 വയസ്സ് വരെയുള്ളവരുടെ ഏകദേശ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 29%, 15 മുതൽ 59 വയസ്സ് വരെയുള്ളവർ 63%, 60 മുകളിൽ 8%. 15 താഴെയും 64 മുകളിലും പ്രായമുള്ളവരെ ആശ്രിതരായിട്ടാണ് കണക്കാക്കുന്നത്. 15 താഴെയും 64 മുകളിൽ പ്രായമുള്ളവരെ ആശ്രിതരായാണ് കണക്കാക്കുന്നത്. സജീവ പ്രായത്തിലുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാകുന്നതാണ്. ജനസംഖ്യാ ലാഭവിഹിതം അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് സജീവ പ്രായത്തിലുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാകുന്നതാണ്. സജീവ പ്രായത്തിലുള്ളവരെന്ന് വെച്ചാൽ ഏതാണ്? 15 മുതൽ 59 വയസ്സ് വരെയുള്ളവരെയാണ് നമ്മൾ പറയുന്നത്. അതിൽ തൊഴിലെടുക്കുന്നവരും തൊഴിലെടുക്കാത്തവരും ഉണ്ട്. അപ്പോൾ തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം കൂടുകയാണെങ്കിൽ ഇതിനെ ജനസംഖ്യാ ലാഭവിഹിതം അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്ന് പറയാം. ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. ജനസംഖ്യാ ലാഭവിഹിതത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നു, രാജ്യത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നു, രാജ്യത്തിന് ഉയർന്ന മനുഷ്യ വിഭവശേഷി വർദ്ധിക്കുന്നു. അപ്പോൾ എന്താണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം അല്ലെങ്കിൽ ജനസംഖ്യാ ലാഭവിഹിതം? അതായത് 15 മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ളവരാണ് തൊഴിലെടുക്കുന്നവർ. അവരെ നമുക്ക് സജീവ പ്രായത്തിലുള്ളവരെന്ന് പറയാം. ഈ സജീവ പ്രായത്തിലുള്ളവരിൽ തന്നെ തൊഴിലെടുക്കുന്നവരും തൊഴിലെടുക്കാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ജനസംഖ്യാ ലാഭവിഹിതം അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം അല്ലെങ്കിൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്നൊക്കെ പറയുന്നത്. ഈ ജനസംഖ്യാ ലാഭവിഹിതത്തിൻ്റെ നേട്ടങ്ങളാണ് രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നു, രാജ്യത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നു, രാജ്യത്തിന് ഉയർന്ന മനുഷ്യ വിഭവശേഷി ലഭിക്കുന്നു. കേരളത്തിലെ സംരംഭകത്വ വികസനത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. 2006 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ സംരംഭകത്വ വികസനത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയത് 2006. 1976 ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ജനസംഖ്യാ നയം നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ നയം നിലവിൽ വന്നത് എന്നാണ്? 1976. MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ 2000 പുതിയ ദേശീയ ജനസംഖ്യാ നയം നിലവിൽ വന്നു. അപ്പോൾ ആദ്യം വന്നത് 1976 രണ്ടാമത്തെ ദേശീയ ജനസംഖ്യാ നയം നിലവിൽ വന്നു. പുതിയതായിട്ട് ദേശീയ ജനസംഖ്യാ നയം നിലവിൽ വന്നത് 2000 അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ. 2045 സുസ്ഥിര സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ ബലപ്പെടുത്തുന്ന രീതിയിൽ ജനസംഖ്യ ക്രമീകരിക്കണം എന്നാണ് ദേശീയ ജനസംഖ്യാ നയം 2000 ദീർഘകാല ലക്ഷ്യം. അപ്പോൾ എന്താണ് ദേശീയ ജനസംഖ്യാ നയം 2000 ദീർഘകാല ലക്ഷ്യം എന്താണ്? 2045 സുസ്ഥിര സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ ബലപ്പെടുത്തുക. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് 1872
ഇന്ത്യയിലെ ആദ്യ സെൻസസ് 1872. ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് 1881. സ്വതന്ത്ര ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചത് 1951. അവസാന സെൻസസ് നടന്നത് 2011. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. അതായത് 1987 ജൂലൈ 11 ജനസംഖ്യ 500 കോടി തികഞ്ഞതിൻ്റെ ഓർമ്മ ദിവസമാണ് ജൂലൈ 11. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞു. ഇതാണ് അന്ന് മുതൽ അതാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ഇത് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് 1989 മുതലാണ്. 87 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത്, 1987 ജൂലൈ 11. 1989 മുതൽ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു പോരുന്നു. 2011 സെൻസസ് പ്രകാരം കേരള ജനസാന്ദ്രത 859, ഇന്ത്യയിൽ 382. അപ്പോൾ കേരളത്തിൻ്റെ ജനസാന്ദ്രത 859 ആണെങ്കിൽ ഇന്ത്യയുടെ ജനസാന്ദ്രത 382. ഇനി സർക്കാരിൻ്റെ ചില പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പകൽ വീട്, പ്രായമായവരുടെ പകൽ സമയ പരിചരണത്തിനാണ് പകൽ വീട് എന്ന പദ്ധതി. വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൊടുക്കുന്നത്. വയോപോഷണം, സ്വയംപ്രഭ ഡേ കെയർ സെൻ്ററുകളിലെ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യവും പോഷണവും ഉറപ്പുവരുത്തുന്നതിന് പോഷകാഹാര കിറ്റുകൾ നൽകുന്നു. വയോരക്ഷാ പദ്ധതി, നിർധനരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ വയോജനങ്ങൾക്ക് അടിയന്തര പ്രഥമ ശുശ്രൂഷ, ചികിത്സ, അടിയന്തര സഹായം, ശസ്ത്രക്രിയ, ആംബുലൻസ് സേവനം, പുനരധിവാസം എന്നിവ നൽകുന്നതാണ് വയോരക്ഷാ പദ്ധതി. വയോ അമൃതം പദ്ധതി, സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് ആയുർവേദ ചികിത്സയ്ക്കായി ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ പിന്തുണയോടെ ആണ് വയോ അമൃതം പദ്ധതി. വയോമിത്രം എന്താണ്? കേരളത്തിലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പദ്ധതിയാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. നവജീവൻ, 50നും 65 വയസ്സിനും ഇടയിലുള്ള മുതിർന്ന പൗരന്മാരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി സ്വയം തൊഴിൽ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നവജീവൻ. അപ്പോൾ ഇത്രയുമാണ് ഹിസ്റ്ററിയിലെ 5ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.